الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ കബൂൽ ചെയ്യണേ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളൊക്കെ നിലകൊള്ളുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിലാണ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ചെറിയ സൂറത്ത് ഓതിയാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കാണാം. ആ മാറ്റങ്ങൾ ഏതൊക്കെ നമുക്ക് നോക്കാം. മദീന പള്ളിയിൽ ഒരു ദിവസം ഇശാ നമസ്കാരം കഴിഞ്ഞ സമയം പള്ളിയാകെ സഹാബത്തിനെ കൊണ്ട് തിങ്ങി നിറഞ്ഞ സമയമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് എന്തറിവാണ് പഠിപ്പിച്ചു തരുന്നത്, എന്തറിവാണ് പഠിപ്പിച്ചു തരുന്നത് പറഞ്ഞു തരുന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മഹാന്മാരായ സഹാബാക്കൾ. റസൂൽ എന്താണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്ന ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നിങ്ങൾ ആരും പോകരുത്, ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, അത് കേട്ടിട്ട് നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞു. ഇത് കേട്ട സഹാബത്തിന് വലിയ സന്തോഷമായി. ഇന്ന് നമുക്ക് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അറിവ് പഠിപ്പിച്ചു തരുമല്ലോ. ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയാണ്. സഹാബത്തിന്റെ ആ ഒരു ആർത്തി, അറിവിനോടുള്ള ഇൽമിനോടുള്ള അവരുടെ ഒരു ആഗ്രഹം കണ്ടു. മുഅ്മിനീങ്ങളെ, നമുക്ക് എന്തിനോടാണ് ആർത്തി? സഹാബാക്കളുടെ ആർത്തി വിജ്ഞാനത്തിനോടായിരുന്നു, അറിവുകളോടായിരുന്നു അവരുടെ ആർത്തി ഉണ്ടായിരുന്നത്. അങ്ങനെയായി മാറണം നമ്മൾ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാഗത്ത് നിന്ന് എന്താണോ അവർക്ക് കിട്ടുന്നത്, അവരത് ആകാംക്ഷയോടെ അതിനെ സ്വീകരിക്കുകയാണ്. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, ഇന്ന് മുതൽ നിങ്ങൾ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ നമസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ കിടന്നുറങ്ങുന്നതിന് മുമ്പായി പരിശുദ്ധ ഖുർആനിലെ 1000 ആയത്ത് ഓതിയിട്ട് മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ എന്ന് പറഞ്ഞു. പരിശുദ്ധ ഖുർആനിൽ 1000 ആയത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ പാരായണം ചെയ്യാൻ അല്ലാഹുവിന്റെ ഹബീബ് കൽപ്പിക്കപ്പെടുകയാണ്. ഇത് കേട്ടപ്പോൾ സഹാബത്തിന് ഭയമായി. കൂട്ടത്തിൽ ഒരു സഹാബി എഴുന്നേറ്റ് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിൽ ആർക്കാണ് ഇതിന് കഴിയുക? നമ്മൾ നമ്മുടെ ജോലിയും ഇശാ ജമാഅത്ത് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ പാതിരാ നേരമാകുമല്ലോ. പിന്നെ പരിശുദ്ധ ഖുർആനിൽ 1000 ആയത്ത് ഓതിയിട്ട് കിടന്നാൽ നേരം പുലരുവോളം നമ്മൾ ഓതേണ്ടി വരില്ലേ യാ റസൂലല്ലാഹ്? നമുക്ക് ഉറങ്ങാൻ കഴിയില്ലല്ലോ നബിയേ. ഇനി നമ്മൾ 1000 ആയത്ത് ഓതാം എന്ന് വാക്ക് തന്നാൽ അത് നമുക്ക് ഓതാൻ കഴിയുമോ? അത് നമുക്ക് പ്രയാസമാകുമോ എന്ന് സഹാബത്തിന്റെ ചോദ്യം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് 1000 ആയത്ത് ഓതാൻ പ്രയാസമാണെങ്കിൽ വേണ്ട, എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ സൂറത്തുണ്ട്, അത് എല്ലാ ദിവസവും നിങ്ങൾ രാത്രി പാരായണം ചെയ്താൽ പരിശുദ്ധ ഖുർആനിൽ നിന്നും 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. അങ്ങനത്തെ ആ ഒരു സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു തവണ പാരായണം ചെയ്തൂടെ എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. ആ സമയത്ത് സഹാബാക്കൾക്ക് വല്ലാത്ത ആവേശമായി. അവർ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, അങ്ങനത്തെ ഒരു ചെറിയ സൂറത്ത് ഖുർആനിലുണ്ട് നബിയേ, ഉണ്ടെങ്കിൽ ആ സൂറത്ത് നമുക്കൊന്ന് പറഞ്ഞു തരൂ യാ റസൂലല്ലാഹ്. അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മഹത്തായ ആ സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. ഏതാണ് ആ സൂറത്ത് എന്നറിയാമോ? നമുക്കൊക്കെ അറിയാവുന്ന, നാം ഓതാറുള്ള ഖുർആനിലെ ചെറിയൊരു സൂറത്താണ് സൂറത്തുൽ തകാസുർ. ആ മഹത്തായ സൂറത്ത് ഏതാണ് മുഅ്മിനീങ്ങളെ? ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. സൂറത്തുൽ തകാസുർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. എന്ന മഹത്തായ ഈ ചെറിയ സൂറത്ത് എന്നും രാത്രി ഒരു തവണ ഓതിയാൽ ഖുർആനിൽ നിന്നും 1000 ആയത്ത് ഓതിയ പ്രതിഫലം അല്ലാഹു ആ മനുഷ്യന് കൊടുക്കുന്നതാണ്. ഇത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ സയ്യിദനാ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, ഇതെന്ത് അത്ഭുതമാണ്, ഖുർആനിൽ ഒരുപാട് സൂറത്തുകളുണ്ടല്ലോ നബിയേ, ആ സൂറത്തുകൾക്കൊന്നുമില്ലാത്ത മഹത്വം ഈ ചെറിയ സൂറത്തിന് എങ്ങനെയുണ്ടായി? അല്ലാഹുവിന്റെ റസൂലേ,
എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പറഞ്ഞു കൊടുത്തു, മനുഷ്യ മനസ്സുകളെ നൊമ്പരപ്പെടുത്തുന്ന, മനുഷ്യ മനസ്സുകളെ പിടിച്ചു കുലുക്കുന്ന ആയത്തുകൾ ഈ സൂറത്തിലുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഇത്രയും മഹത്വം വരാൻ കാരണമെന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണ് നബിയേ ഈ സൂറത്ത് എന്ന് സഹാബാക്കൾ ചോദിച്ചപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സൂറത്ത് ഓതി കൊടുത്തു. അല്ലാഹു ആ ചെറിയ സൂറത്തിൽ ദുനിയാവിനെ കുറിച്ച് ചെറിയ സൂറത്തിൽ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു, മനുഷ്യന്റെ ആർത്തിയെ കുറിച്ച് പറഞ്ഞു, ഖബറിനെ കുറിച്ച് പറഞ്ഞു, മഹ്ശറയെ പറ്റി പറഞ്ഞു. മഹ്ശറയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞു, മനുഷ്യരെ ആ സമയം നിങ്ങൾ എന്റെ അടുക്കൽ എത്തപ്പെടും. എന്റെ അടുക്കൽ എത്തപ്പെട്ടാൽ നിങ്ങൾക്ക് നാം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും ഞാൻ നിങ്ങളോട് വിചാരണ ചെയ്യപ്പെടുമെന്ന് പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹു പറയുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും എന്നൊരു ആയത്ത് ഇതിന്റെ അവസാനം പറയുന്നുണ്ട്. ആ ആയത്ത് മനുഷ്യ മനസ്സുകളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ആ ആയത്ത് ഇതിൽ ഉണ്ടായത് കൊണ്ട് ഈ സൂറത്തിന് ഇത്രയും മഹത്വം ഉണ്ടായതെന്ന് ആദരവായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു നമ്മെ എല്ലാ രാത്രിയിലും ഈ സൂറത്ത് ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ. ഇതിന്റെ മഹത്വങ്ങളാണ് മുഅ്മിനീങ്ങളെ പറയാൻ പോകുന്നത്. മഹാന്മാരായ അല്ലാഹുവിന്റെ അരിഫീകൾ ഈ സൂറത്ത് മുടങ്ങാതെ ഓതുന്നവർക്ക് ഒട്ടനവധി പ്രതിഫലങ്ങൾ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഈ സൂറത്ത് ഒരു വേദന സംഹാരി കൂടിയാണ്. നമുക്ക് തലവേദന വരുന്ന സമയത്ത് നമ്മുടെ ചൂണ്ടുവിരൽ നെറ്റിയുടെ ഭാഗത്ത് വെച്ചിട്ട് ഈ സൂറത്ത് ഒരു വട്ടമോ 3 വട്ടമോ പാരായണം ചെയ്യുക. നമുക്ക് വല്ലാത്തൊരു ആശ്വാസം കിട്ടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു മഹത്വം, നമ്മുടെ പാപങ്ങൾ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്നതാണ്. കടബാധ്യതകൾ ഉള്ളവർ കാണുമല്ലോ, അവർ ഇശാ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ആ ഇശാ നമസ്കാരത്തിന്റെ ദിക്റുകളും ദുആകളും കഴിഞ്ഞതിന് ശേഷം തുടർച്ചയായി 17 ദിവസം 170 വട്ടം വെച്ച് പാരായണം ചെയ്തിട്ട് അല്ലാഹുവേ നിന്റെ സഹായം എനിക്ക് തരണേ അല്ലാഹ്, ഞാൻ ഈ സൂറത്ത് പാരായണം ചെയ്തതിന്റെ ബർക്കത്ത് കൊണ്ട് എന്റെ കടങ്ങൾ വീട്ടി തരണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വലിയ സഹായം അവനുണ്ടാകുകയും അവന്റെ കടങ്ങളൊക്കെ അല്ലാഹു വീടാനുള്ള വഴികൾ വിശാലമാക്കപ്പെടുകയും ചെയ്യുന്നതാണ്. ഐശ്വര്യവും ബർക്കത്തും സാമ്പത്തിക അഭിവൃദ്ധിയും ഇതൊക്കെ ആഗ്രഹിക്കുന്നവർ നല്ല മനസ്സോടെ സുബഹി കഴിഞ്ഞതിന് ശേഷം 3 പ്രാവശ്യം പാരായണം ചെയ്യുക. അങ്ങനെ പതിവായി പാരായണം ചെയ്തു വന്നാൽ സമ്പത്തിന്റെ വഴികൾ അല്ലാഹു തുറന്നു കൊടുക്കുന്നതാണ്. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ടവരെ സ്വപ്നത്തിൽ കാണുവാനും അവരോട് സംസാരിക്കാനും വെള്ളിയാഴ്ച രാവിലെ 113 വട്ടം ആത്മാർത്ഥമായി പാരായണം ചെയ്തിട്ട് ദുആ ചെയ്തിട്ട് രാത്രി കിടന്നുറങ്ങിയാൽ അതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. മഖബറകളിൽ ചെന്നിട്ട് പുരുഷന്മാർക്ക് സുന്നത്താണല്ലോ സിയാറത്ത് ചെയ്യൽ. നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ അടുക്കൽ ചെന്നിട്ട് ഈ സൂറത്തിൽ ഇഖ്ലാസും ഓതിയിട്ട് ഈ സൂറത്തിൽ ഇഖ്ലാസും ഓതിയിട്ട് ഇതിന്റെ പ്രതിഫലം ഇവിടെ കിടക്കുന്ന ഖബറാളികൾക്ക് കൊടുക്കണേ അല്ലാഹ്, ഇതിന്റെ മിസ്ല സവാബ് ഈ ഖബറാളികൾക്ക് എത്തിക്കണേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ അവിടെ ആ പള്ളിക്കാട്ടിൽ മുഅ്മിനീങ്ങൾ കാണുമല്ലോ, അവർ ശഫാഅത്തിനായി നമുക്ക് വേണ്ടി പരലോകത്ത് വരും. അവർ നമ്മളെ ചൂണ്ടിക്കാണിച്ചിട്ട് അല്ലാഹുവിനോട് സ്വർഗ്ഗം കൊടുക്കാൻ പറഞ്ഞു അവരുടെ ശഫാഅത്ത് കിട്ടാൻ അത് മതിയാകുമെന്ന് കിതാബുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത്രത്തോളം മഹത്വമുള്ള ഒരു സൂറത്തായ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് കടക്കാരായിട്ടുള്ളവർ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവർ ഒരുപാട് പേര് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, ആ വിദേശ രാജ്യത്ത് നിൽക്കുന്നത് തന്നെ ചതിയിൽപ്പെട്ടവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം ഓതിയിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക. അല്ലാഹു ഐശ്വര്യങ്ങളുടെയും സന്തോഷ
സന്തോഷങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും കവാടങ്ങൾ അല്ലാഹു തുറന്നു തരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിത്യമാക്കേണ്ടിയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ കിടന്നുറങ്ങുന്ന സമയത്ത് മണിക്കൂറുകളോ മൊബൈൽ തോണ്ടി 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 ഇങ്ങനെ സമയങ്ങൾ കളയാതെ മാതാക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ, അതും ഈ പരിശുദ്ധ റമദാനിലാണ് ഞാൻ നിങ്ങൾ നിലകൊള്ളുന്നത്. വലിയ മഹത്വമുള്ള ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ അത് പാരായണം ചെയ്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അത് റമദാനിലാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവേ പരിശുദ്ധ ഖുർആൻ ഒരുപാട് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനെല്ലാവിധ അനുഗ്രഹങ്ങളും നൽകണേ അല്ലാഹ്. റമദാൻ മാസം പരിശുദ്ധ ഖുർആൻ ഓതാൻ പറ്റിയ മാസമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് ലോകത്ത് വിജയം തരുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ ചിലർ വിചാരിക്കും നമ്മുടെ ദുനിയാവിലെ ജീവിതത്തിലും അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ ചെയ്തതാണ് ഖുർആൻ. അതുപോലെ നാളെ മഹ്ശറിലും ഖുർആൻ കൊണ്ട് ശിഫ കിട്ടാത്തവന് ലോകത്ത് ഒന്നുകൊണ്ടും ശിഫ കിട്ടുകയില്ല. അത്ര മഹത്വമുള്ളതാണ് ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട്. ഈ പരിശുദ്ധമാക്കപ്പെട്ട ആയത്ത് സൂറത്ത് നിങ്ങൾ നിത്യമായി ഓതി വന്നാൽ അല്ലാഹു വലിയ സന്തോഷം നൽകുന്നതാണ്. പഠിച്ചവരെ, നിങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا محمد. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولأحبابنا ولأسائلنا ولقبائلنا ولجيراننا ولمن أحب وأحسن إلينا ولمن له وكن علينا ولجميع أمة محمد صلى الله عليه وسلم. ربنا شر ما قضيت. اللهم اجعل هذا الشهر الشريف شاهدا لنا لا شاهدا علينا، واجعله حجة لنا لا حجة علينا. اللهم اتق رقابنا ورقاب آبائنا وأمهاتنا وأساتذتنا وأزواجنا وأولادنا من الديون والمظالم والنار. اللهم ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നിങ്ങൾ ഓതുന്ന പരിശുദ്ധ ഖുർആനിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ മിഥില സവാബ് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടോടെ ഖബറിലെത്തിച്ചോടെ ഖബറുകൾ സ്വർഗീയ ഭവനമാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും രോഗികളാ, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും കടക്കാറാണ്. പഠിച്ചവനെ, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ് റബ്ബേ, നീ ഭവനങ്ങൾ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ പഠിച്ചവനെ, നീ ധാരാളം ഖൈറുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പഠിച്ചവനെ, എത്രയോ മക്കൾ വിവാഹപ്രായമെത്തിയവരുടെ ഭവനങ്ങളിലാണ്. അവരിലേക്ക് എല്ലാ സലീഹങ്ങളായ ഇണകളെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാത്ത എത്രയോ പേര് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ, അവർക്കെല്ലാം സലീഹങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് കച്ചവടക്കാരുണ്ട് റബ്ബേ, അവിടെ എല്ലാ കച്ചവടത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ എല്ലാ തൊഴിൽ മേഖലകളിലും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിലനിർത്തണേ അല്ലാഹ്. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കുടുംബത്തിന് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. പഠിച്ചവരെ, ഞങ്ങളുടെ മക്കളിൽ ബർക്കത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാ മേഖലകളിലും ബർക്കത്തുകളും സന്തോഷങ്ങളും നിലനിർത്തണേ അല്ലാഹ്. പഠിച്ചവരെ, ധാരാളം ഖൈറുകൾ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ശരീരങ്ങളെ നീ മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. കിഡ്നി രോഗം, ഹാർട്ട്, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന ഭയപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് ബർക്കത്ത് തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ എല്ലാം ആരോഗ്യങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ബുദ്ധിപൂർവ്വതയുള്ളവരും അല്ലാഹു ഉദ്യോഗസ്ഥരും അങ്ങനെയുള്ള എല്ലാ മാതാപിതാക്കൾക്കും നാട്ടിൽ
നാട്ടിലെ നാട്ടുകാർക്കും എല്ലാം ഉപയോഗമുള്ള മക്കളാക്കി മാറ്റണേ അല്ലാ. സർവ്വ ഐശ്വര്യങ്ങളും നിലനിർത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ പരീക്ഷകളെല്ലാം നീ ബർക്കത്ത് ചൊരിയണേ അല്ലാ. അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. പൈശാചിക ഉപദ്രവം അവരെയും ഞങ്ങളെയും എല്ലാം നീ കാക്കണേ അല്ലാ. ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും അക്രമങ്ങളെ തൊട്ടും അല്ലാഹുവേ അസൂയാലും അസൂയിൽ നിന്നും മരണക്കാരുടെ മരണത്തിൽ നിന്നും കൊടുത്തിരക്കാട് കൊടുത്തിരക്കില്ലെന്നും അല്ലാഹുവേ പിറമയുടെ അക്രമത്തിൽ നിന്നും അതുപോലെ തന്നെ പഠിച്ചവരെ കള്ളന്മാരുടെ ചട്ടങ്ങളെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെല്ലാം നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആയെ സ്വീകരിക്കണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.